ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കേൾക്കുവാൻ ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ യഥാർത്ഥമായി ദൈവം ആരാണെന്നും ദൈവസ്നേഹം എന്താണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുന്ന വാക്യങ്ങളാണ്: ദൈവമേ, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുന്നു എന്ന്. കേൾവി കേട്ട ഇയ്യോബ് ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, കൊടുങ്കാറ്റിൽ നിന്ന്, ഇടിമുഴക്കത്തിൽ നിന്ന് നിത്യനായ ദൈവം ഇയ്യോബിനോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഇയ്യോബ് പറയണ: ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ നിന്നെ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പോഴാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ്. അപ്പോൾ ഇയ്യോബ് പറയാണ്: ഞാൻ എന്നെ തന്നെ വെറുത്തുന്നു, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുകയാണ്. ദൈവമക്കളെ, അതുവരെയും ഉയർന്നു നിന്ന് സംസാരിച്ച, ദൈവത്തോടും സഹോദരന്മാരോടും എല്ലാം വാദിച്ച ഇയ്യോബ് ഇപ്പോൾ പറയുകയാണ്: അയ്യോ, ഞാൻ ആരാണെന്ന് ഇപ്പോഴാണ് കണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് ഞാൻ അനുദപിക്കുകയാണ്. ദൈവമക്കളെ, ദൈവത്തെ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ അവനുണ്ടാകുന്ന ആത്മീയ അനുഭവമാണ് അതെന്ത്? തന്നെ തന്നെ കാണാൻ കഴിയുന്ന ക്രിസ്തീയ ജീവിതം 2 കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് പ്രിയപ്പെട്ട. 1, നിത്യനായ ദൈവത്തെ കണ്ടുമുട്ടുക. 2, ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് ഞാൻ ആരാണെന്നും എൻ്റെ ആളത്വം എന്താണെന്നും എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എന്തെല്ലാം എന്നും കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, ഈ 2 കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. 1, ദൈവം ആരാണെന്ന് ദൈവത്തെക്കുറിച്ച്. 2, തന്നെത്താനുള്ള വെളിപ്പാട്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള കാഴ്ച. ഇയ്യോബ് പറഞ്ഞു: ദൈവമേ, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ എന്ന്, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുകയാണ്. ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ അനുഭവം പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു ആളെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തെ വാസ്തവമായി കണ്ടുമുട്ടിയപ്പോൾ, ദൈവത്തെ വാസ്തവമായി തിരിച്ചറിഞ്ഞപ്പോഴുള്ള അനുഭവമാണ് യെശയ്യാ 6-ന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിക്കാം നമുക്ക്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഊസിയ രാജാവ് മരിച്ച ആണ്ടില് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു രാജാവ് മരിച്ച ആണ്ടിലാണ് ഈ ദർശനം ഉണ്ടായത്. ആ രാജാവ് മരിക്കുന്നവരെയും പ്രവാചകന് ലഭിക്കാത്ത ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിയെന്ന്. പ്രിയപ്പെട്ട, ആ രാജാവിന് ആ പ്രവാചകന് വല്ല ആശ്രയം ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ദൈവം, നിത്യനായ ദൈവം ഇരിക്കുന്നത് കാണുന്നത്. പ്രിയപ്പെട്ട, പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ഉസിയ രാജാവിന്റെ ചരിത്രം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അവന്റെ 16-ാമത്തെ വയസ്സിൽ അപ്പന്റെ പിന്തുടർച്ചക്കാരനായിട്ട് രാജാവായതാണ് ഈ ഉസിയ രാജാവ്. 52 സംവത്സരം യെരുശലേമിൽ വാണു എന്ന് അവന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഉസിയ രാജാവ് അപ്പന്റെ പിന്തുടർച്ചക്കാരനായി 16-ാമത്തെ വയസ്സിൽ രാജാവായതാണ്. പ്രിയപ്പെട്ട, അവന്റെ ചരിത്രം നാം പഴയ നിയമത്തില് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവന്റെ ആദ്യകാലങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 26-5 വായിക്കാം. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഉസിയ രാജാവ് ദൈവത്തെ അന്വേഷിച്ചു. രാജാവായ ആദ്യകാലങ്ങളില് അവൻ ദൈവത്തെ അന്വേഷിച്ചു. വായിച്ചോ. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യാണ്. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം യഹോവ അവന് അഭിവൃദ്ധി നൽകി, അവന് പുരോഗതി നൽകി, അവന് സ്വസ്ഥത നൽകി, അവന് സമാധാനം നൽകി. പ്രിയപ്പെട്ടേ, ഉസിയ രാജാവ് ദൈവത്തെ അന്വേഷിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തോളം യഹോവ അവന് അഭിവൃദ്ധി നൽകി എന്ന്. പ്രിയപ്പെട്ടേ, എന്നാൽ അവൻ വാസ്തവമായും
ദൈവത്തെ അറിയുന്ന, ദൈവത്തോടുകൂടെ ജീവിച്ച ഒരു രാജാവ് അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. പ്രിയപ്പെട്ടവരെ, രാജസ്ഥാനത്ത് അവൻ ഉറച്ച് രാജാവായിട്ട് അവൻ പ്രബലനായപ്പോൾ, എന്നാൽ അവൻ ബലവാനായി തീർന്നപ്പോൾ, രാജാവ് ബലവാനായി, രാജാധികാരത്തിൽ ബലവാനായി തീർന്നപ്പോൾ എന്തുണ്ടായി? അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ദൈവമക്കളെ, ഉന്നതമായ സ്ഥാനത്ത് രാജാവായിട്ട് അനുഗ്രഹത്തോടെ, പ്രിയപ്പെട്ടവരെ, സമ്പൽ സമൃദ്ധിയോടെ അവൻ വാണുകൊണ്ടിരുന്നപ്പോഴാണ് അവന്റെ ഹൃദയം ഉന്നതഭാവത്തോടെ, നിഗളത്തോടെ അവൻ നിഗളിച്ച് യഹോവയോട് പാപം ചെയ്തു. എന്ത് മക്കളെ, ആദ്യകാലത്തല്ല പാപം വന്നത്, രാജാവായ കാലത്തല്ല പാപം വന്നത്, പിന്നെയോ അവൻ ബലവാനായി തീർന്നപ്പോഴാണ്. ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് നിർത്തിക്കാണും പ്രിയപ്പെട്ടവരെ ആ കാലത്ത്. കാരണം അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തൊക്കെയും അവൻ അഭിവൃദ്ധി ഉണ്ടായി എന്ന് തിരുവചനത്തിൽ നാം വായിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് നിർത്തിക്കാണും, ദൈവവുമായുള്ള ബന്ധം വിട്ടുകാണും. ഞാൻ എന്തൊക്കെയോ ആയി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ രാജാവാണ്, അധികാരമുണ്ട് എന്നുള്ള ആ ചിന്തയൊക്കെ അവന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നിന്നുപോയി കാണും, ദൈവമക്കളോടുള്ള സംസർഗം നിന്നുപോയി കാണും, കൂട്ടായ്മ ഒരു വിലയില്ലാത്തതായി തീർന്നു കാണും. എനിക്ക് കുറേയൊക്കെ രാജഭരണവും ആത്മീയമൊക്കെ എനിക്കറിയാം, എനിക്ക് ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല, ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ കാലം കൊണ്ടെന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ ഉസിയ രാജാവിന് വന്നുകൊണ്ടായിരിക്കാം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് നിർത്തി. അപ്പോഴാണ് അവൻ ബലവാനായി തീർന്നപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ച് യഹോവയോട് പാപം ചെയ്തു. മക്കളെ, നാം ചിന്തിച്ചു നോക്കണോ, നമ്മുടെ ഹൃദയത്തിൽ നിഗളമുണ്ടോ, ഉന്നത ഭാവമുണ്ടോ, ആത്മീയ അഹങ്കാരമുണ്ടോ? എനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന്, കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു എന്ന്, എനിക്ക് ഉപദേശിക്കാനറിയാം, പ്രസംഗിക്കാനറിയാം, ഭവന സന്ദർശനം നടത്താനറിയാം, കൂട്ടായ്മ നടത്താനറിയാം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ ഭരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഊസിയ രാജാവിന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കണം, നമ്മുടെ വീഴ്ചയുടെ കാലങ്ങളിലേക്ക് നോക്കണം, നാം വീണുപോയ കാലങ്ങളിലേക്ക് നോക്കണം. നമുക്ക് വന്ന വീഴ്ച എന്താണെന്ന്, നമുക്ക് വന്ന തകർച്ച എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഈ ആത്മീയമായ അധപ്പതനം എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന്, എന്തുകൊണ്ടാണ് നിഗളിച്ചു പോയതെന്ന്, എന്തുകൊണ്ടാണ് എനിക്ക് എളിമയില്ലാതെ പോയിരിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് എനിക്ക് വിനയമില്ലാത്തതെന്ന്, ആരെയും അംഗീകരിക്കാൻ കഴിയാത്ത പ്രകൃതം എൻ്റെ ഉള്ളിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ദൈവമക്കളെ, ഊസിയ രാജാവ് അവന്റെ നാശത്തിനായി അവന്റെ ഹൃദയം നിഗളിച്ചു. എപ്പോഴാ? അവൻ ബലവാനായി തീർന്നപ്പോൾ. ദൈവമക്കളെ, ദാവീദിനും പാപം വന്നത് കൊട്ടാരവും സിംഹാസനവും അധികാരവും ഒക്കെ കിട്ടിയപ്പോഴാ. ദൈവമക്കളെ, ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, സഹോദര, നീ കൂട്ടായ്മയിൽ വന്ന കാലത്ത്, ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന കാലത്ത്, ജപ്തി നോട്ടീസുകൾ ഒന്നിനു പുറകെ വന്ന് പെട്ടിയിൽ വെച്ച കാലത്ത്, എന്റെ സഹോദര, അന്നുള്ള പ്രാർത്ഥന ഇന്നുണ്ടോ? മക്കളുടെ കാര്യം ഓർത്ത് അന്ന് പ്രാർത്ഥിച്ചു പോലെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ കഠിനമേറിയ രോഗം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രാർത്ഥന ഇന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോയോ എന്ന്, നമ്മുടെ എളിമ കുറഞ്ഞു പോയോ എന്ന്. ഊസിയ രാജാവിന്റെ ഹൃദയം യഹോവയ്ക്ക് വിരുദ്ധമായിട്ട് ഉന്നതഭാവത്തോടെ നിഗളിച്ച് അവൻ ഉയർന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം വായിക്കുന്നുണ്ട് രാജാവിന്റെ പാപം എന്താണെന്ന്. ഉസിയ രാജാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. രാജാവ് അഹങ്കാരത്തില് ഉയർന്ന് ഞാൻ എന്തൊക്കെ ആയി എന്ന് തോന്നിയപ്പോൾ രാജാവിന് തോന്നിയാണ് എന്ത്? യാഗപീഠത്തിന്മേല് ധൂപം കാട്ടണമെന്ന്. പുരോഹിതന്മാര് മാത്രം ചെയ്യേണ്ട, ലേവ്യര് മാത്രം ചെയ്യേണ്ട ആ ആത്മീയ ശുശ്രൂഷ, പ്രത്യേക അധികാരപ്പെടുത്തിയവർ മാത്രം ചെയ്യേണ്ട ആ ശുശ്രൂഷ ചെയ്യാൻ രാജാവ് മുതിരുകയാണ്. പ്രിയപ്പെട്ടവരെ, യാഗം കഴിക്കാൻ ചെല്ലുമ്പോൾ കൂടെയുള്ളവര് അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. 17 പോലും വായിച്ചേ. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, രാജാവിനോടുകൂടെ അനേക പുരോഹിതന്മാര് ആലയത്തിന്റെ അകത്തിയെന്ന് ഉസിയ രാജാവിനെ തടുത്തു. അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ഊസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. അതിന് നിന്നെ ആക്കിയിട്ടില്ല. അതിന് പ്രത്യേകം ദൈവം ആക്കിയിട്ടുള്ളവരുണ്ട്. നീ യഹോവയ്ക്ക് ധൂപം കാട്ടരുത് എന്ന് അവനെ നിരുത്സാഹപ്പെടുത്തി. വായിക്കാം. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ
പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക, ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടെ നിന്ന പുരോഹിതന്മാര് പറഞ്ഞു, ഇത് ചെയ്യാൻ നിനക്ക് യോഗ്യതയില്ല, നീ ലംഘനമാകുന്നു ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കേയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്മാരത്ര വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ഉസിയ രാജാവിനോട് പുരോഹിതന്മാർ പറഞ്ഞു, നീ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക, ഇത് നിനക്ക് യോഗ്യമല്ല, ഇത് നിനക്ക് ഭൂഷണമല്ല, ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 19 വായിച്ചേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. യഹോവയുടെ സന്നിധിയില് ധൂപകലശം പിടിച്ചു നിൽക്കുമ്പോൾ ഉസിയാവ് കോപിച്ചു എന്ന്. ആലയത്തില് പ്രിയപ്പെട്ടവരെ, ധൂപം കാട്ടാൻ ചെന്ന് നിൽക്കുമ്പോൾ പുരോഹിതന്മാരുടെ മധ്യത്തില് പുരോഹിതന്മാർ അവനെ നിരാശപ്പെടുത്തുമ്പോൾ അവൻ യഹോവയുടെ സന്നിധിയില് കോപിച്ചു. വായിച്ചോ. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേല് കുഷ്ഠം പൊങ്ങി. പ്രിയപ്പെട്ടവരെ, അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് കോപിച്ചുറഞ്ഞു തുള്ളിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ധൂപം കാട്ടാൻ ജാഗ്രതയോടെ നിന്ന ആ ഉസിയ രാജാവിന്റെ നെറ്റിമേല് കുഷ്ഠം പൊങ്ങി. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് തന്നെ പുരോഹിതന്മാര് പറഞ്ഞതായിരുന്നു, നീ ഇവിടെ നിൽക്കണ്ട, പോയിക്കൊള്ളുക. എന്നാൽ 20-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, കുഷ്ഠം വെളിപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ നിൽക്കാൻ കഴിയുകയില്ല, ആലയത്തിൽ കിടക്കാൻ കഴിയുകയില്ല, ജനം കൂടുന്നിടത്ത് വരാൻ കഴിയില്ല. നാം വായിച്ചു എന്ത്, അവൻ തന്നെ അവരുടെ എല്ലാം മധ്യത്തിൽ നിന്ന് ഓടി അകലുവാൻ ബന്ധപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഉസിയ രാജാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവൻ യഹോവയുടെ ആലയത്തില് അർഹതയില്ലാത്ത ശുശ്രൂഷ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തോടെ ചെന്ന് നിന്ന് അവനൊരു കുഷ്ഠരോഗിയായി, അവന്റെ ആയുഷ്കാലം മുഴുവനും അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം പിന്നീട് വായിക്കുന്നുണ്ട്, അവന്റെ മകന്റെ മകനായ ആഹാസിന്റെ കാലത്ത് ദൈവാലയം അടച്ചുപൂട്ടിയെന്ന്. ദൈവമക്കളെ, ഈ പാപങ്ങളും അഹങ്കാരവും പ്രിയപ്പെട്ടവരെ എല്ലാം പിന്തുടർച്ചയായി തലമുറകളിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അപ്പന്റെ പാപം അപ്പന്റെ തലമുറയിൽ കഴുകി കിട്ടിയില്ല എങ്കിൽ, അപ്പന്റെ പാപം അപ്പന്റെ തലമുറയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചില്ല എങ്കിൽ ദൈവമക്കളെ, പാപം മാഞ്ഞു പോകുകയല്ല, പിന്നെയോ അത് തലമുറകളിലൂടെ വളർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മകന്റെ മകനായ ആഹാസിന്റെ കാലം വന്നപ്പോഴേക്കും യഹോവയുടെ ആലയം അടച്ചു എന്ന്. ദൈവമക്കളെ, ഈ ദുഷ്ടനായ അഹങ്കാരിയായ പ്രിയപ്പെട്ടവരെ തന്നിഷ്ടക്കാരനായ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് പ്രവാചകന് സ്വർഗത്തിന്റെ വെളിപ്പാടുണ്ടായത്, സ്വർഗത്തിന്റെ കാഴ്ചപ്പാടുണ്ടായത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടില് ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തില് യഹോവയായ ദൈവം ഇരിക്കുന്നത് ഈ ഭൂമിയുടെ കോണിലിരുന്ന് പാവപ്പെട്ട യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. പ്രവാചകൻ അത് കണ്ട് അവൻ എന്താണ് കാഴ്ച കണ്ടത്? വായിക്കാൻ നമുക്ക് ഒന്നുകൂടെ വായിച്ചേ. ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാപ്പുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ദൈവത്തിന്റെ സ്വപ്രിയപ്പെട്ട പ്രവാചകൻ കണ്ടതെന്താ? ഈ ഭൂമിയിലിരുന്ന് കാണുകയാണിത് ദൈവം തേജസിന്റെ സിംഹാസനത്തില് ഇരിക്കുന്നതായിട്ട്. വേദപുസ്തകത്തില് ഇവിടെ മാത്രമേ പ്രിയപ്പെട്ടവരെ സറാഫുകളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. പ്രകാശത്തിന്റെ മാലാഖമാരാണെന്ന് ചിലരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സാറാഫുകൾ ദൈവമന്ദിരത്തെ ചുറ്റി നിന്ന്, സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഒരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് അവരാർക്കുകയാണ് എന്ത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഈ ഭൂമിയുടെ കോണിലിരുന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ മാലാഖമാര് നിത്യനായ ദൈവത്തെ
അവൻ പരിശുദ്ധനാണ് പരിശുദ്ധനാണെന്ന് ആർത്തുകൊണ്ടിരിക്കുന്നതും, ആ മാലാഖമാരവരുടെ മുഖം മൂടിയിരിക്കുന്നതും കാലുകൾ മൂടി നിൽക്കുന്നതുമെല്ലാം പ്രവാചകൻ ഈ ഭൂമിയിലിരുന്ന് കണ്ടു എന്നാണ് നാം വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, ആ സാറാപ്പുകൾ ആർക്കുന്ന അതിൻ്റെ ശബ്ദം കൊണ്ട് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തില് യെരൂശലേം ദേവാലയം കൂദാശ ചെയ്തപ്പോൾ യഹോവയുടെ തേജസ് ഇറങ്ങി വന്ന് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ നാം വായിക്കുകയാണ്, ഭൂമിയുടെ കോണിലിരുന്ന് യെശയ്യാവ് കാണുകയാണ്, ഉന്നതങ്ങളിൽ സ്വർഗീയ ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, വായിച്ചോ. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യെശയ്യാവ് പറയുന്നത്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പോഴാണ് പ്രവാചകന് ഞാൻ ആരാണെന്ന് വെളിപ്പെട്ടത്. ദൈവമക്കളെ, ദൈവത്തിന്റെ തേജസ്സും സ്വർഗത്തിന്റെ മഹിമയും മാലാഖമാരവനെ സ്തുതിക്കുന്ന സ്തുതിയുടെ ആരവം കേട്ടപ്പോൾ പ്രവാചകൻ ഈ ഭൂമിയുടെ കോണിലിരുന്ന് കരയാൻ തുടങ്ങി. അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. അതിന്റെ മുമ്പിലേക്ക് വായിക്കുമ്പോൾ 6 പ്രാവശ്യം ഇസ്രായേലിനെ നോക്കി, മറ്റുള്ളവരെ നോക്കി നിങ്ങൾക്ക് കഷ്ടം കഷ്ടമെന്ന് പ്രവചിച്ച യെശയ്യാവ് ഇപ്പോൾ സ്വർഗത്തിന്റെ തേജസ് കണ്ടപ്പോൾ, ദൈവം മഹത്വം കണ്ടപ്പോൾ, മാലാഖമാർ ആർക്കുന്ന ശബ്ദം കേട്ടപ്പോൾ, ആലയം പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ യെശയ്യാവ് കരയുകയാണ്. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചുവല്ലോ എന്ന്. ദൈവമക്കളെ, അതാണ് ദൈവിക ദർശനം കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥ കണ്ട് നാം കരയാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി കരയാൻ തുടങ്ങും. എൻ്റെ ഹൃദയം നല്ലതല്ലോ എന്ന്, എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടല്ലോ എന്ന്, എൻ്റെ ഹൃദയം മ്ലേച്ഛതയുള്ളതാണല്ലോ എന്ന്, എൻ്റെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതാണല്ലോ എന്ന്, എൻ്റെ ഹൃദയം മറ്റുള്ളവരോട് അസൂയുള്ളതാണല്ലോ എന്ന്, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്, ശത്രുക്കളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന്. ദൈവമക്കളെ, അത്യമാനം കൊണ്ടും അശുദ്ധി കൊണ്ടും കുടുംബകലം കൊണ്ടും എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ എന്ന് യെശയ്യാവ് ഈ ഭൂമിയുടെ കോണിലിരുന്ന് അവൻ കരയാൻ തുടങ്ങി. സഹോദര, നിന്റെ ജീവിതം കണ്ട്, നിന്റെ രഹസ്യ ജീവിതം കണ്ട്, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഏടുകൾ കണ്ട്, നീ പോയ പാപവഴികൾ കണ്ട് നീ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ സഹോദര? നീ നെടുവീർപ്പോടെ നിലവിളിച്ചിട്ടുണ്ടോ? ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന്, അയ്യോ ഞാൻ നശിച്ചു പോയല്ലോ എന്ന്, പാപം കൊണ്ട് ഞാൻ മൂടിപ്പോയല്ലോ എന്നുള്ള ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഈ ഭൂമിയുടെ കോണിലിരുന്ന് കരയുകയാണ്, അയ്യോ ഞാൻ നശിച്ചു എന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രവാചകൻ പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്ന്. ഈ പ്രവചനം പറഞ്ഞ, മറ്റുള്ളവരെ ഉപദേശിച്ച എൻ്റെ അധരങ്ങള് ശുദ്ധിയുള്ളതല്ല, ദൈവം പ്രസാദിക്കുന്നതല്ലോ എന്ന്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നുവെന്ന്. ദൈവമക്കളെ, യെശയ്യാവ് കരയുകയാണ്. യെശയ്യാവ് കരഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് സാറാപ്പികളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കോടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ച് എൻ്റെ അടുക്കൽ പറന്നു വന്നു. ദൈവമക്കളെ, ഈ ഭൂമിയിലിരുന്ന് കരഞ്ഞ യെശയ്യാവിൻ്റെ അരികിലേക്ക് ആ സ്വർഗത്തിൽ നിന്ന് ആ പറന്നു നിന്ന് സ്തുതിച്ചുകൊണ്ടിരുന്ന മാലാഖമാരിൽ ഒരുത്തൻ കൊടിലുകൊണ്ട് ആ സ്വർഗീയ യാഗപീഠത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു തീക്കനലെടുത്ത് ഭൂമിയിലേക്ക് പറന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദർശനമാണ് കേട്ടോ. യെശയ്യാവ് കാണുകയാണ്, ഒരു മാലാഖ പറന്നു വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ അധരങ്ങളിൽ ശുദ്ധിയില്ല, എൻ്റെ അധരങ്ങൾ നല്ലതല്ല. പ്രിയപ്പെട്ടവരെ, എവിടെ അശുദ്ധിയുണ്ടെന്ന് പറഞ്ഞു, എവിടെ പാപമുണ്ടെന്ന് പറഞ്ഞു, എവിടെ എനിക്ക് ബലഹീനതയുണ്ടെന്ന് പറഞ്ഞു, യെശയ്യാവിൻ്റെ അധരത്തെ ആ സ്വർഗത്തിലെ തീക്കട്ട വന്ന് തൊട്ടു. ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ തീക്കട്ട യെശയ്യാവിൻ്റെ കുറവുള്ള ആദരത്തെ തൊട്ടു. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ, കർത്താവേ എനിക്ക് ഇന്ന പോരായികയുണ്ടെന്ന്, എനിക്ക് ഇന്ന കുറവുണ്ട് എന്ന്, എൻ്റെ ഇന്ന പാപത്തെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലോ എന്ന്. എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാറേണ്ടതൊന്നും മാറിയില്ലോ എന്ന്. ദൈവമക്കളെ, വായിച്ചോ, താഴ്ത്തു വായിച്ചോ. അത് എൻ്റെ വായിക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ തീക്കട്ട തൊട്ടതുകൊണ്ട് യെശയ്യാവേ, നിന്റെ അധരം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്, നിന്റെ പാപം പരിഹരിച്ചിരിക്കുകയാണ്.
നീ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യനായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട യെശയ്യാവിന്റെ അധരം സ്വർഗത്തിലെ തീക്കട്ട കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന്. ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ മൺകൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പാപമെല്ലാം പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ദൈവമക്കളെ, ഈ ഭൂമിയുടെ കോണിലിരുന്ന് പാവപ്പെട്ട മനുഷ്യൻ നിലവിളിച്ച ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, നിന്നെ കഴുകുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ശുദ്ധീകരിക്കുന്ന, നിന്റെ ബന്ധനം അഴിക്കുന്ന, നിന്റെ ആത്മാവിൽ സ്തുതി തരുന്ന, നിന്നെ പറന്നു നിൽക്കുമാറാക്കുന്ന മകനെ, ഭൂമിയിൽ ഉയർന്നു നിന്ന് നിത്യനായ ദൈവത്തെ ആരാധിക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാവിന്റെ അധരങ്ങൾ ദൈവം തീക്കട്ട കൊണ്ട് ശുദ്ധീകരിച്ചു. അതിന്റെ തൊട്ട് താഴെ വായിച്ചേ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആ ശുദ്ധീകരിക്കുന്ന തീക്കട്ട അധരത്തെ തൊട്ട് കഴിഞ്ഞ് നിന്റെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ യെശയ്യാവ് കേൾക്കുകയാണ്. എന്ത്? ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. ദൈവമക്കളെ, നൂറ്റാണ്ടുകളായി ഇന്നും ഈ ഭൂമിയിലേക്ക് നോക്കി സ്വർഗം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വേദനയുടെ ശബ്ദം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയില് മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. എന്ത്? മക്കദോന്യക്കാരനായ പുരുഷൻ അടുത്ത് വന്ന് നിന്നിട്ട്, നീ മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് അവൻ അപേക്ഷിക്കുന്നതായിട്ട് ഒരു ദർശന അപ്പോസ്തലൻ കാണുകയാണ്. മക്കദോന്യയില് ആത്മാക്കൾ നിലവിളിക്കുകയാണെന്ന്, രക്ഷ പ്രാപിക്കുവാൻ, യേശുവിനെ കണ്ടുമുട്ടുവാൻ അപ്പോസ്തലന് മനസ്സിലായി. എന്ത്? ദൈവം എന്നെ അങ്ങോട്ട് അയക്കുകയാണെന്ന്. മക്കദോന്യക്കാരനായ പുരുഷൻ അരികെ നിന്നുകൊണ്ട്, നീ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കായെന്ന് പറയുന്ന ഒരു ദർശന അപ്പോസ്തലൻ കണ്ടു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെയും ഒരു നിലവിളി, ഒരു പ്രാർത്ഥനയാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. അതിന് അവൻ, എന്നാൽ പിതാവേ. പ്രിയപ്പെട്ടവരെ, പാതാളത്തിൽ കിടന്ന് ധനവാനായ മനുഷ്യൻ അബ്രാഹാമിനോട് പറയാണ്, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പാതാളം നിലവിളിക്കുകയാണെന്ന്, ലാസറിനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കാമോ? എൻ്റെ അപ്പൻ്റെ വീട്ടിലൊരു സാക്ഷിയോഗം നടത്താമോ? എൻ്റെ അപ്പൻ്റെ വീട്ടില് എൻ്റെ 5 സഹോദരന്മാർ ഈ സുവിശേഷം ഒന്ന് കേൾക്കട്ടെ. പാതാളം നിലവിളിക്കുകയാണ്. എന്ത്? അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കാമോന്ന് നമുക്ക് വായിക്കാം. യോഹന്നാൻ 4:40 വായിക്കാം. നൂറ്റാണ്ടുകളായി ഇന്നും സ്വർഗം നോക്കുകയാണ് ആരെ അയക്കേണ്ടു എന്ന്. അനേക ദേശങ്ങളില്, അനേക ബന്ധനത്തിലിരിക്കുന്നവര് ഇന്നും നിലവിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സഹോദര, നിന്റെ ഹൃദയത്തിൽ ഒരു ആശയുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ടോ? എന്നെ അയക്കണമേ എന്ന്, എന്നെ ഒരു ശുശ്രൂഷകനാക്കണമേ എന്ന്, നിന്റെ വേല ചെയ്യാൻ എന്നെ ഒരുക്കണമേ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ശമര്യാദേശം ഇളകി മറിഞ്ഞ് യേശുവിന്റെ അരികിൽ വന്ന് അവർ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ 2 നാള് ഞങ്ങളോടുകൂടെ പാർക്കണമേ എന്ന്. ദൈവമക്കളെ, ശമര്യാദേശം യേശുവിനെ വിളിക്കുകയാണ്. നീ ഞങ്ങളുടെ കൂടെ പാർക്കണോ? ഞങ്ങളോട് വചനം പറയണോ? ഞങ്ങൾക്ക് സമാധാനം തരണോ? ഞങ്ങൾക്ക് പ്രത്യാശ തരണോ? ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണോ? സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിലേക്ക് നോക്കി സ്വർഗം ആവലോടെ നോക്കുകയാണ്. ഓ, ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകുമെന്ന്? എന്റെ സഹോദര, നിനക്കൊരു വാക്ക് പറയാമോ?
യേശുവേ എന്നെ അയക്കണമേ, യേശുവേ എന്നെ അയക്കണമേ, എൻ്റെ കർത്താവേ എന്നെ അയക്കണമേ എന്ന് ദൈവമക്കളെ ഈ ഭൂമിയിലിരുന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ച്, നീ ഒന്ന് വിളിച്ചപേക്ഷിച്ച്, എൻ്റെ സഹോദര ഇന്നിരിക്കുന്ന അവസ്ഥയൊക്കെ മാറും സഹോദര. നിന്റെ ബന്ധനങ്ങളെല്ലാം കർത്താവ് അഴിക്കും മകനെ. നിന്റെ വായിൽ അവൻ സ്തുതി തരും, നിന്റെ വായിൽ അവൻ വചനം വരച്ചു തരും, നിന്റെ വായിൽ അവൻ സ്വർഗത്തിന്റെ തീ തൊടിവെക്കും സഹോദര. നീ ഒന്ന് സമർപ്പിച്ചാൽ മതി. യേശുവേ എന്നെ അയക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ആ ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അടിയനിതാ അടിയനിതാ, അടിയനെ അയക്കണമേ. ദൈവമക്കളെ നമുക്കും പ്രാർത്ഥിക്കാം, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന്. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ.